1975 മുതൽ കഴിഞ്ഞ 50 വർഷക്കാലമായി ഒരു രാജ്യത്തിന്റെ പരമാധികാരിയായി തുടരുക, അതും രാജവാഴ്ചയുടെ ഭാഗമല്ലാതെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു രാജ്യത്ത് 57 വർഷം പ്രധാനമന്ത്രിയും 43 വർഷം പ്രസിഡന്റും. ഒരു രാജ്യം രൂപീകരിക്കപ്പെട്ടിട്ട് 65 വർഷം പൂർത്തിയാകുമ്പോൾ അതിൽ 50 വർഷവും ഒരാൾ തന്നെ ആ രാജ്യത്തിന്റെ ഭരണം കൈയാളുന്നു. പറഞ്ഞു വരുന്നത് കാമറൂൺ പ്രസിഡന്റ് പോൾ ബിയെ കുറിച്ചാണ്. 1975 മുതൽ കാമറൂണിന്റെ ഉന്നതാധികാര സ്ഥാനങ്ങളിൽ തുടരുന്ന അദ്ദേഹത്തിന് 92 വയസ്സാണ് പ്രായം. ഈ മാസം 12-ന് നടന്ന തെരഞ്ഞെടുപ്പിലും അദ്ദേഹം തന്നെയാണ് കാമറൂണിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. പ്രതിപക്ഷ പാർട്ടികളുടെ എതിർപ്പുകൾക്കിടയിൽ അദ്ദേഹം തന്നെ സ്വയം വിജയിയായി പ്രഖ്യാപിക്കുകയായിരുന്നു. ആരാണ് പോൾ ബിയ? ഇത്രകാലം ഒരു രാജ്യത്തിന്റെ ഭരണം കൈയാളാൻ എങ്ങനെയാണ് ബിയയ്ക്ക് സാധിച്ചത്? പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. 1933-ൽ ഫ്രഞ്ച് കോളനിയായിരുന്ന കാമറൂണിലെ മൊമൈക്കയിലാണ് പോൾ ബിയ ജനിക്കുന്നത്. സെമിനാരി സ്കൂളുകളിൽ പ്രാഥമിക വിദ്യാഭ്യാസം നേടി ഉപരിപഠനത്തിനായി ഫ്രാൻസിലേക്ക് കുടിയേറി. പിന്നീട് 1960-കളിൽ കാമറൂൺ ഫ്രാൻസിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും സ്വതന്ത്രമായതോടെയാണ് തിരികെ രാജ്യത്തേക്ക് മടങ്ങിയെത്തുന്നത്. സ്വതന്ത്ര കാമറൂണിലെ ആദ്യ പ്രസിഡന്റ് അഹമ്മദോ അഹിദ്ജോയുടെ കീഴിൽ ഭരണതലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് പോൾ ബിയ തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. അഹിദ്ജോയുടെ ഭരണകാലത്ത് വിവിധ വകുപ്പുകളുടെ മേൽനോട്ടം വഹിച്ച ബിയ പ്രസിഡന്റിന്റെ സെക്രട്ടറി എന്ന പദവിയിൽ വരെ എത്തി. 1975-ൽ അദ്ദേഹം അഹിദ്ജോയുടെ പ്രസിഡൻസിക്ക് കീഴിൽ പ്രധാനമന്ത്രിയായും ചുമതലയേറ്റു. 1979-ലെ ഒരു പ്രത്യേക ഉത്തരവിലൂടെ പ്രസിഡന്റിന്റെ പിൻഗാമി പ്രധാനമന്ത്രിയായിരിക്കുമെന്ന നിയമവും കാമറൂണിൽ നിലവിൽ വന്നു. 1982-ൽ പ്രസിഡന്റ് അഹിദ്ജോ ആരോഗ്യ കാരണങ്ങളാൽ രാജിവെച്ചതോടെയാണ് കാമറൂണിന്റെ രണ്ടാമത്തെ പ്രസിഡന്റായി പോൾ ബിയ അധികാരത്തിലെത്തുന്നത്. പിന്നീട് ഇതുവരെ അദ്ദേഹം ആ സ്ഥാനത്ത് നിന്നും മാറിയിട്ടില്ല. വളരെ സ്വാഭാവികമായും സമാധാനപൂർണവുമായാണ് ബിയ അധികാരത്തിലെത്തിയതെങ്കിലും പിന്നീടുള്ള കാലങ്ങളിൽ അധികാരം നിലനിർത്താൻ വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ പലപ്പോഴും സംഘർഷങ്ങളിലാണ് കലാശിച്ചത്. അത് ഈ 2025-ലും തുടരുന്നു. പ്രസിഡന്റായി അധികാരത്തിലെത്തി അടുത്ത വർഷം തന്നെ ബിയയും അദ്ദേഹത്തിന്റെ മുൻഗാമി അഹദിജോയും തമ്മിൽ തർക്കം തുടങ്ങി. പാർട്ടി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ബിയ അഹദിജോയെ പുറത്താക്കി. പിന്നാലെ അഹദിജോ ഒരു സൈനിക അട്ടിമറിയിലൂടെ ബിയയെ പുറത്താക്കാൻ ശ്രമിച്ചെങ്കിലും ആ അട്ടിമറി ശ്രമത്തെ ബിയ പരാജയപ്പെടുത്തി. ഇതോടുകൂടി അധികാര സ്ഥാനങ്ങളിൽ ബിയ തന്റെ സ്വാധീനം കൂടുതൽ ശക്തമാക്കി. 1985-ൽ രാജ്യത്തെ ഏക പാർട്ടിയായ കാമറൂൺ നാഷണൽ യൂണിയന്റെ തലവനായ ബിയ പാർട്ടിയുടെ പേര് കാമറൂൺ പീപ്പിൾ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് എന്ന് പുനർനാമകരണം ചെയ്തു. ഏക പാർട്ടി ഭരണവും കടുത്ത സ്വേച്ഛാധിപത്യ പ്രവണതകളും ഔദ്യോഗിക തലത്തിൽ തന്നെ തുടർന്ന കാമറൂണിൽ മറ്റു പാർട്ടികൾക്ക് പ്രവർത്തിക്കാനോ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാനോ സാധിച്ചിരുന്നില്ല. 90-കളുടെ തുടക്കത്തിൽ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളുടെ ഫലമായി തെരഞ്ഞെടുപ്പുകൾ നടത്താനും മറ്റ് പാർട്ടികൾക്ക് പ്രവർത്തിക്കാനുമുള്ള അനുമതി കാമറൂണിലുണ്ടായി. 1992, 97, 2004, 2011, 2018 എന്നീ വർഷങ്ങളിൽ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടന്നെങ്കിലും ബിയ തന്നെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടുകൊണ്ടിരുന്നു. ഈ മാസം നടന്ന തെരഞ്ഞെടുപ്പിലും അത് തന്നെ തുടർന്നു. 2025 ഒക്ടോബർ 12-നാണ് കാമറൂണിലെ അവസാന തെരഞ്ഞെടുപ്പ് നടന്നത്. ബിയയ്ക്കെതിരെ മത്സരിച്ചത് 16 വർഷത്തോളം അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യുകയും ബിയയുടെ പിൻഗാമിയായി കണക്കാക്കപ്പെടുകയും ചെയ്തിരുന്ന ഇസ്മ ചിറോമയായിരുന്നു. പ്രതിപക്ഷ പാർട്ടികളുടെയും സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകളുടെയും സഖ്യ സ്ഥാനാർത്ഥിയായാണ് 76-കാരനായ ചിറോമ തെരഞ്ഞെടുപ്പിന് നേരിട്ടത്. തെരഞ്ഞെടുപ്പിന് ശേഷം താൻ വിജയിച്ചതായി അവകാശപ്പെട്ടുകൊണ്ട് ചിറോമ രംഗത്തെത്തിയിരുന്നെങ്കിലും അത് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടില്ല. അത് അംഗീകരിക്കപ്പെടില്ലെന്ന് പതിറ്റാണ്ടുകളോളം ബിയയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ചിറോമയ്ക്ക് ഉറപ്പുമായിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കപ്പെടുമെന്ന് ഉറപ്പായതിനെ തുടർന്ന് കാമറൂണിൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് കീഴിൽ വലിയ പ്രതിഷേധങ്ങൾ നടന്നു. പ്രതിഷേധക്കാരെ പോലീസ് ക്രൂരമർദ്ദനങ്ങൾക്കിരയാക്കി. ഔദ്യോഗിക കണക്കനുസരിച്ച് 4 പേർക്കാണ് ജീവൻ നഷ്ടമായത്. പ്രതിപക്ഷം പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഫലം അട്ടിമറിക്കപ്പെടുകയായിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച രാജ്യത്തെ ഭരണഘടനാ സമിതി ചേർന്ന് ബിയെ 53.66% വോട്ടുകളോടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതായി പ്രഖ്യാപിച്ചു. ചിറോമയ്ക്ക് 35.19% വോട്ടുകൾ മാത്രമേ ലഭിച്ചുള്ളൂ എന്നും പ്രതിപക്ഷം തെരഞ്ഞെടുപ്പ് ഫലം അംഗീകരിക്കണമെന്നുമാണ് ഭരണഘടനാ കൗൺസിലിന്റെ ആവശ്യം. 92 വയസ്സാണ് ബിയയുടെ പ്രായം. ഇതിൽ 50 വർഷവും കാമറൂണിന്റെ പ്രധാനമന്ത്രിയും പ്രസിഡന്റുമായിരുന്ന ബിയ ഇപ്പോഴും ആ സ്ഥാനത്ത് തുടരുകയും ചെയ്യുന്നു. എന്നാൽ ഇത്രയും നാൾ ലഭിച്ചതിനേക്കാൾ മികച്ചത് കാമറൂണിലെ ജനങ്ങൾക്ക് ഇനി ലഭിക്കാനിരിക്കുന്നതേയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനിയും മികച്ചത് ലഭിക്കണമെങ്കിൽ ബിയയ്ക്ക് വോട്ട് ചെയ്യൂ എന്നാണ് അദ്ദേഹത്തിന്റെ അനുയായികൾ പറയുന്നത്. പ്രസിഡന്റ് സ്വന്തം രാജ്യത്തുണ്ടാകാറില്ല എന്നതാണ് ബിയയ്ക്കെതിരെയുള്ള പ്രധാനപ്പെട്ട വിമർശനങ്ങളിലൊന്ന്.
അദ്ദേഹം പലപ്പോഴും ചികിത്സയ്ക്കോ സ്വകാര്യ ആവശ്യങ്ങൾക്കോ ആയി വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിൽ സന്ദർശനങ്ങളിലായിരിക്കുമെന്നും വിമർശനങ്ങളുണ്ട്. അധികാരത്തിലെത്തിയതിനു ശേഷം ഔദ്യോഗിക ആവശ്യങ്ങൾക്കല്ലാതെ 1645 ദിവസം, അതായത് 4.5 വർഷത്തോളം ബിയ സ്വിറ്റ്സർലൻഡിൽ മാത്രം താമസിച്ചിട്ടുണ്ടെന്നാണ് 2018 ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രോജക്ടിന്റെ പഠനത്തിൽ പറയുന്നത്. പ്രസിഡന്റ് സ്ഥാനത്ത് ഒരാൾക്ക് തെരഞ്ഞെടുപ്പ് കൂടാതെ തുടർച്ചയായി 7 വർഷം മാത്രമേ തുടരാവൂ എന്ന നിയമവും ബിയ എടുത്തു കളഞ്ഞതും ബിയക്കെതിരെയുള്ള പ്രധാനപ്പെട്ട വിമർശനങ്ങളിലൊന്നാണ്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിൽ നിന്ന് ക്യാമറൂണിലെ മറ്റൊരു ജനപ്രിയ നേതാവായ മൗറീസ് കാംറ്റോയെ അയോഗ്യനാക്കിയതും ബിയയുടെ ഏകാധിപത്യ പ്രവണതകളിലൊന്നായി വിലയിരുത്തപ്പെടുന്നു. വിമർശിക്കുന്നവരെയെല്ലാം ജയിലിലടയ്ക്കുന്ന രീതിയും ബിയയ്ക്ക് കീഴിൽ ക്യാമറൂണിൽ തുടരുന്നു. ഇതിന്റെ ഭാഗമായി നിരവധി പ്രതിപക്ഷ നേതാക്കളും അനുയായികളും ഇപ്പോഴും ജയിലിൽ തുടരുകയാണ്.